കടബാധ്യതയെ തുടർന്ന് ഉപ്പുതറയിൽ നാലംഗ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മൊഴിയെടുത്തു. സംഭവം ഗൗരവമായി കാണുന്നുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായ ഉപ്പുതറ സിഐ ജോയി മാത്യു പറഞ്ഞു. ആരോപണ വിധേയമായിരിക്കുന്ന ധനകാര്യ സ്ഥാപനം സംഭവത്തിന് ശേഷം ഇനിയും തുറന്നിട്ടില്ല. ഉപ്പുതറ 9 ഏക്കർ MC കവലയ്ക്ക് സമീപം പട്ടത്തമ്പലം സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരെയാണ് വ്യാഴാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ മരണത്തിന് ഉത്തരവാദികളെന്ന ആരോപണം നേരിടുന്ന ധനകാര്യ സ്ഥാപനം സംഭവശേഷം തുറന്നിട്ടില്ല. അതിനാൽ ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ ഇന്നലെയും പോലീസിന് കഴിഞ്ഞില്ല. ഇത് കാരണം ഇവർക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനും കഴിഞ്ഞിട്ടില്ല. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഈ ധനകാര്യ സ്ഥാപനമാണെന്ന് സജീവ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. ധനകാര്യ സ്ഥാപനം ഭീഷണിപ്പെടുത്തിയിരുന്നെന്ന് സജീവിന്റെ അച്ഛൻ മോഹനൻ അന്ന് തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. അതിനാൽ ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴിയെടുത്ത ശേഷമാകും ഏത് വകുപ്പ് ചുമത്തണമെന്ന് തീരുമാനിക്കുക. സജീവൻ തന്റെ പുതിയ ഓട്ടോറിക്ഷ പണയം വെച്ച് ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. 2 തിരിച്ചടവുകൾ മുടങ്ങിയതിനെ തുടർന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വിവിധ സംഘടനകളും ആവശ്യപ്പെട്ടു. ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ വിഷുവിന് ശേഷം വിവിധ സംഘടനകൾ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.